ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 2 എപ്പിസോഡ് 3 ആണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതാദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. കഴിഞ്ഞ എപ്പിസോഡിൽ ടെങ്കൻ ടാഞ്ചിറോയെയും ഇനോസ്കയെയും സിനെറ്റ്സുവിനെയും അവരുടെ പുതിയ മിഷന്റെ ആവശ്യത്തിനു വേണ്ടി പെൺവേഷം ധരിപ്പിച്ച് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ പ്രോസ്റ്റിറ്റ്യൂട്ട് ഹൗസിലും കൊണ്ടുചെന്നാക്കുന്നു. പിന്നീട് ടെങ്കന്റെ 3 ഭാര്യകളിൽ ഒരു ഭാര്യയെ പറ്റിയുള്ള വിവരം ടാഞ്ചിറോ അവൻ നിൽക്കുന്ന വീട്ടിൽ നിന്നും അറിയുന്നു. അതിനുശേഷം ഇനോസ്കെ നിൽക്കുന്ന വീട്ടിൽ ടെങ്കന്റെ മറ്റൊരു ഭാര്യയെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡീമൺ കെട്ടിപ്പൂട്ടി വെക്കുന്നു. അതറിഞ്ഞ് ഇനോസ്കെ ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ഓയിറാൻ കരസ്ഥമാക്കിയിരിക്കുന്നത് മറ്റൊരു പെണ്ണാണ്. ഇപ്പോൾ ഓയിറാൻ കരസ്ഥമാക്കിയ ആ പെണ്ണിന്റെ അടുത്തേക്ക് മറ്റൊരു പെണ്ണ് വന്നിട്ട്, നീ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയത്. നീ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ സ്ത്രീകളെ കാണാതാവുന്നത്. സത്യം പറഞ്ഞോ, നീ ആരാണ്? ഇതുപോലെയുള്ള ഒരു കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? അതേ സമയത്ത് സുന്ദരിയായ ആ സ്ത്രീ എഴുന്നേറ്റ് അവർ നിൽക്കുന്ന റൂം അടക്കിയാണ്. കുറച്ചു സമയത്തിന് ശേഷം ആ സുന്ദരിയായ പെണ്ണ് പുറത്തു വരുമ്പോൾ മറ്റേ പെണ്ണിനെ കാണാനില്ല. ആ പെണ്ണിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു കാണും? അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇപ്പോ പ്രസന്റില് രാവിലെയാണ് കാണിക്കുന്നത്. ഒഗിമോട്ടോ ഹൗസിൽ സംശയം തോന്നിയ ഇനോസ്കെ ടെങ്കന്റെ വൈഫിനെ ഡീമൺ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിലേക്ക് കയറി പോകുന്നു. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത പിന്നെ കാണിക്കുന്നത് സിനെറ്റ്സുവിനെയാണ്. അവൻ നിൽക്കുന്ന വീടിലൂടെ അന്തം വിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി ഉറക്കത്തുനിന്ന് എണീറ്റതുപോലെ. അവനിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനിപ്പോ അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. അതിനുശേഷം അവൻ ചിന്തിക്കുകയാണ്, 2 ദിവസം മുന്നേ നടന്ന മരണത്തിന്റെ കാരണം ഒരു ഡീമൺ ആയിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന സിനെറ്റ്സു പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് ആണെങ്കിലും സിനെറ്റ്സുവിന് അത് കേൾക്കാൻ കഴിയും. ആ സൗണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി കരയുന്നതാണ്, ഒരു ചെറിയ കുട്ടി. അങ്ങനെ ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാണിക്കുന്നത് ഇനോസ്കെ ആ ഡീമണും ടെങ്കന്റെ ഭാര്യയും നിൽക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുന്നതാണ്. ഇതേ സമയത്ത് അവിടേക്ക് മറ്റാരോ വരുന്നുണ്ടെന്ന് അറിയുന്ന ആ ഡീമൺ ടെങ്കന്റെ വൈഫായിട്ടുള്ള മാക്കിയോയെ അതിന്റെ റിബൺ ഉപയോഗിച്ച് വളരെ ടൈറ്റായിട്ട് മുകളിലേക്ക് കെട്ടിവെക്കുന്നുണ്ട്. ഇപ്പോ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ഇനോസ്കി ചിന്തിക്കുകയാണ്, ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് അവൾ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. ഇനി ഒരു പക്ഷേ ഈ റൂമിന്റെ ഉള്ളിൽ ഡീമൺ ഉണ്ടാവുമോ? പെട്ടെന്ന് അവൻ റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഡീമനെ ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഡീമൺ എന്നെ കണ്ടിട്ടല്ലേ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ആ റൂമിന്റെ വാതിൽ ഒരൊറ്റ തുറക്കൽ. പക്ഷെ റൂമിന്റെ ഉള്ളിൽ അവൻ ആരെയും കണ്ടില്ല. കുറച്ച് തൂവൽ മാത്രമുണ്ട്. അതായത് നമ്മൾ ഈ തലക്കണയൊക്കെ പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന പഞ്ഞിക്ക് പകരം അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് തൂവലാണ്. ആ റൂമിൽ ഇപ്പോ നിറയെ തൂവൽ മാത്രമാണ്. പക്ഷേ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്ന ഇനോസ്കെ അവിടെ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് എടുത്ത് ആ റൂമിന്റെ മുകളിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഇതേ സമയം തന്നെ അതിന്റെ മുകളിലിരുന്ന് എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്. അത് കാണുന്ന ഇനോസ്കെ പുറത്തേക്ക് ഓടിപ്പോവാണ്. ഇതേ സമയം അവൻ ചിന്തിക്കുകയാണ്, ഇപ്പോ പുറത്ത് സൂര്യ വെളിച്ചമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡീമന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സൂര്യ വെളിച്ചം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഇപ്പോ ഓടി വരുന്ന ഇനോസ്കയ്ക്ക് ഒരു ചുമരിന്റെ അപ്പുറത്തായിട്ട് ഇപ്പോ ഡീമൺ ഉള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവന്റെ കൈ കൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാന്ന് കരുതി ചാടി വന്ന് ആ ചുമരിനിട്ട് കുത്താൻ നോക്കുന്നതും അവിടേക്ക് വന്ന കസ്റ്റമർ ഇടയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇപ്പോ ഡീമന് കിട്ടേണ്ട കുത്ത് അയാളുടെ മുഖത്തിനിട്ട് തന്നെ കിട്ടുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൻ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഇനോസ്കയ്ക്ക് അവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കാരണം ഇപ്പൊ അവന്റെ സെൻസുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡീമനെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവനിപ്പോ ആ ഡീമൻ എങ്ങോട്ട് പോയി എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുന്നത് സിനെറ്റ്സുവിനെയാണ്. സിനെറ്റ്സു ആ കരച്ചിലിന്റെ പിന്നാലെ പോയി ഒരു റൂം ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ ഉള്ളിൽ ഇരുന്നാണ് ആ കുട്ടി കരയുന്നത്. അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മനുഷ്യനങ്ങ് പേടിച്ചു പോയി. ഇത് കേൾക്കുന്ന ആ പെൺകുട്ടി ഒന്നുകൂടി കരയാണ്. അത് കാണുന്ന സിനെറ്റ്സു അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് സിനെറ്റ്സുവിന്റെ പുറകെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. നീ ആരാ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇപ്പൊ തന്നെ നമ്മുടെ സിനെറ്റ്സുവിന്റെ പകുതി ജീവൻ പോയി. അവനിപ്പോ ഞെട്ടിധരിച്ചു നിൽക്കാണ്. എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ അവനറിയില്ല. ഇതേ സമയം തന്നെ സിനെറ്റ്സു, ഈ ശബ്ദം ഒരിക്കലും ഒരു മനുഷ്യന്റേതല്ല, ഒരു ഡീമന്റേതാണ്. ഞാനിവിടെ വന്നപ്പോ എനിക്കിതൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഇതിന് ശ്വാസം എടുക്കുന്ന ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോ എന്തായാലും ഇതൊരു അപ്പർ ഡീമൺ ആയിരിക്കും. ഇതേ സമയം ആ ഡീമൺ സിനെറ്റ്സു ഒന്നും മിണ്ടാത്തത് കൊണ്ട് അവനോട് പറയാണ്, ഞാൻ ചോദിച്ചെന്താ നീ കേട്ടില്ലേ? നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ഇതേ സമയം അവിടെ നിന്നിരുന്ന 2 ചെറിയ പെൺകുട്ടികൾ ആ ഡീമനോട് പറയുന്നു, മാഡം ഈ പെൺകുട്ടിക്ക് ഒന്നും അറിയില്ല, അവൾ പുതിയതായിട്ട് വന്നതാണ്. സിനെറ്റ്സു ആ ഡീമനോട് പറയാണ്, ഞാൻ ഈ റൂമിലേക്ക് സൗണ്ട് കേട്ടിട്ടാണ് വന്നത്. അതുമാത്രമല്ല ഈ റൂം അലങ്കോലായതുകൊണ്ട് ഞാനൊന്ന് വൃത്തിയാക്കാന്ന് കരുതി. അതിന് സിനെറ്റ്സുവിനോട് ആ ഡീമൺ തിരിച്ചു പറയാണ്, നിന്റെ മുഖം കണ്ടാലേ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുകയാണ്. നിന്നെ പോലെയുള്ള വൃത്തികെട്ടവരൊന്നും ഈ ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. അതിനുശേഷം ആ ഡീമൺ ആ പെൺകുട്ടിയെ പിന്നെയും ടോർച്ചർ ചെയ്യാണ്.
ഞാൻ ഈ റൂം നിന്നോട് വൃത്തിയാക്കാനല്ല പറഞ്ഞേ, പിന്നെന്താ നീ ചെയ്യാത്തെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ചെവി പിടിച്ച് പൊന്തിക്കുകയാണ്. ഇപ്പോ ആ ഡീമൺ ആ പെൺകുട്ടിയെ പൊന്തിച്ചതിന്റെ ശക്തിയിൽ ആ പെൺകുട്ടിയുടെ ചെവി മുറിഞ്ഞ് പുറത്തേക്ക് ചോര വരികയാണ്. ഇതേ സമയം ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്ത നമ്മുടെ സെനിറ്റ്സു ആ ഡീമന്റെ കൈയിനിട്ട് തന്നെ കയറി പിടിക്കുകയാണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ടാഞ്ചുറോയെ കാണിക്കുമ്പോൾ അവൻ താമസിക്കുന്ന ആ വീട് മൊത്തം വൃത്തിയാക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ജോലികൾ മൊത്തം അവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, വളരെ കഠിനമായിട്ടെന്ന് പറയുമ്പോൾ വളരെ വേഗതയിൽ, അതും മറ്റൊരു പെണ്ണിന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ. അങ്ങനെ ഇപ്പോൾ അവൻ ചെയ്യുന്ന ജോലിയെല്ലാം കണ്ടിട്ട് അവിടുത്തെ ഹൗസ് ഓണറായ ലേഡി പറയാണ്, ഓ നീ ഇത്ര പെട്ടെന്ന് ജോലിയെല്ലാം ചെയ്തു തീർത്തോ, നീ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചായ ചൂടാറ്റി എന്ന് പറഞ്ഞ് ടാഞ്ചുറോ അവർക്ക് കുറച്ച് ചായ കൊടുക്കുന്നു. എന്നിട്ട് ടാഞ്ചുറോ പറയാണ്, ഇനി എന്താ ചെയ്യണ്ടേ. അങ്ങനെ ഇപ്പോ എല്ലാ ജോലിയും ടാഞ്ചുറോ എരന്നു വാങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് ഇനോസ്കയുടെ കുത്തിൽ തകർന്നു പോയ ചുമര് നോക്കി ദേഷ്യപ്പെടുകയാണ് ആ വീടിന്റെ ഹൗസ് ഓണർ. അങ്ങനെ അതേ ദേഷ്യത്തോടെ അവർ ഇനോസ്കയെ കാണാൻ പോവാണ്. അവരങ്ങനെ ഇനോസ്കയുള്ള റൂമും വലിച്ചു തുറക്കുമ്പോ ഇനോസ്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പോസിൽ തലകുത്തി മറിഞ്ഞു നിൽക്കുകയാണ്. അവനിപ്പോ അവന്റെ പവർ ഉപയോഗിച്ചിട്ട് ആ ഡീമനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ആ ഡീമനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇനോസ്കെ ചാടി എണീക്കുകയാണ്. അത് കാണുന്ന ആ ലേഡി അന്തം വിട്ട് പോവാണ്. അങ്ങനെ ഇപ്പൊ സെനിറ്റ്സു ആ ഡീമന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. ശേഷം സെനിറ്റ്സു ആ ഡീമനോട് പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തോ. അതിൽ ദേഷ്യം പിടിക്കുന്ന ആ ഡീമൺ സെനിറ്റ്സുവിന്റെ കൈ അവളുടെ ശരീരത്തിൽ നിന്ന് തട്ടി മാറ്റുന്നു. നിന്നെ പോലെയുള്ള ഒരു വൃത്തികെട്ട പെണ്ണ് എന്തിനാണ് എന്നെ തൊടുന്നത്, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് അറപ്പാവുന്നുണ്ട്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ശരീരത്ത് നീ കൈവച്ചതെന്ന് പറഞ്ഞ് ആ ഡീമൺ അതിന്റെ കൈ മടക്കി സെനിറ്റ്സുവിന്റെ കരണക്കുറ്റിക്കന്നെ ഒന്ന് കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് വരാം. 2 ദിവസം മുന്നേ മരിച്ച ഹൗസ് ലേഡി ആ ഡീമന്റെ മുന്നിൽ നിന്ന് പറയാണ്, നീ നിന്റെ പരിപാടിയെല്ലാം നിർത്തിക്കോ, നീ കാരണമാണ് ഇവിടുത്തെ സ്ത്രീകളെല്ലാം കാണാതെ പോകുന്നത്. പോരാത്തതിന് നിന്റെ ഉപദ്രവം താങ്ങാൻ കഴിയാതെ കുറെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നുണ്ട്. എന്താ മാഡം എല്ലാ കുറ്റവും എന്റെ തലയിലേക്ക് ഇടുന്നത്? എന്നെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അവരെ ദ്രോഹിച്ചത്, അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ മാത്രം കുറ്റം പറയുന്നത് എന്നിങ്ങനെ വളരെ പാവത്താനെ പോലെ ആ ഡീമൺ പറയുന്നു. പിന്നെ ഡീമൺ ഒന്നുകൂടി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഞാൻ കാരണമാണ് ഇവിടെ ഒരുപാടധികം പണം വരുന്നത്. നിന്റെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് പണ്ടതൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് 15 വയസ്സായിരിക്കുന്ന സമയത്ത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ഓയിറാനുണ്ടായിരുന്നു. അവരുടെ പേര് അവസാനിക്കുന്നത് ഹീമ എന്നതിലാണ്. പിന്നീട് അവർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അവരുടെ തല ഒരു തരത്തിൽ ചെരിച്ചു വെക്കും. നിന്നെ കാണുമ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നുന്നത്, പറ നീ ആരാണ്? അങ്ങനെ ആ സ്ത്രീ ഇപ്പോൾ ഒരു കത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഒരു പിന്നെയും ചോദിക്കുകയാണ്, നീ ആരാ? നീ ഒരു മനുഷ്യനല്ലല്ലോ. അങ്ങനെ അവരത് പറഞ്ഞു തീർന്നതും ആ ഡീമൺ അതിന്റെ മുഴുവൻ രൂപവും എടുത്തിട്ട് ആ വീടിന്റെ മുകളിലേക്ക് പോവാണ്. കൂടെ തന്നെ ആ ഡീമന്റെ റിബൺ ഉപയോഗിച്ച് ആ സ്ത്രീയെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ഡീമന്റെ റാങ്ക് കാണിക്കുന്നത്. അതൊരു അപ്പർ മൂൺ 6 ആണ്. ഈ ഡീമന്റെ പേരാണ് ഡാക്കി. എന്നിട്ട് ആ ഡീമൺ ആ ലേഡിയെ നോക്കി, എന്താ മാഡം നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ നിങ്ങളുടെ ചോര കുടിച്ച് നിങ്ങളെ കൊല്ലില്ല, കാരണം നിങ്ങളുടെ പോലത്തെ വൃത്തികെട്ട ചോര എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ഡീമൺ അതിന്റെ റിബൺ ലൂസാക്കി ആ സ്ത്രീയെ നിലത്തേക്ക് ഇടുന്നു. ആ സ്ത്രീ നിലത്തേക്ക് വീണതും സ്പോട്ടിൽ തന്നെ കഥം. അങ്ങനെ ഇപ്പോ അപ്പർ മൂൺ 6 ആയിട്ടുള്ള ഡാക്കി നടന്ന് അവളുടെ റൂമിലേക്ക് കയറുമ്പോൾ അവൾ കാണാണ് മൂസാൻ കിബുത്സുജിയെ. മൂസാനെ കണ്ട ഡാക്കി ബഹുമാനാർത്ഥം മുട്ടുകുത്തിയിരിക്കുകയാണ്. ശേഷം മൂസാൻ ഡാക്കിയെ നോക്കി, നീ കുറെ മനുഷ്യന്മാരെ തിന്നിട്ട് ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ എങ്ങനെയും ഡീമൺ സ്ലേയേഴ്സ് കണ്ടുപിടിക്കും, പക്ഷേ ഡീമൺ സ്ലേയേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നിട്ട് അവളുടെ അടുത്തേക്ക് മൂസാൻ ചെന്നിട്ട് അവളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, ഡാക്കി നീ വളരെ സുന്ദരിയാണ്, അതുപോലെ തന്നെ നീ വളരെയധികം പവർഫുള്ളുമാണ്. നീ ഇതുവരെ 7 ഹാഷിരകളെ കൊന്നിട്ടുണ്ട്, എങ്കിലും നീ സൂക്ഷിക്കണം. അങ്ങനെ ഇപ്പോ അടികിട്ടി തെറിച്ചു വീഴുന്ന സെനിറ്റ്സുവിനോട് ഡാക്കി പറയാണ്, നീ എന്നോട് എതിർത്ത് സംസാരിക്കാനായോ? ഇതേ സമയം ആ വീടിന്റെ ഓണർ മുകളിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ആ ഡീമന്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന്, പ്ലീസ് സെൻകോയെ വെറുതെ വിട്, അവൾ പുതിയ പെൺകുട്ടിയാണ്. ഇതേ സമയം തന്നെ ഡാക്കിയുടെ സ്വഭാവം മാറാണ്, വളരെ പാവത്തിനെ പോലെ. അവൾ അദ്ദേഹത്തോട് പറയാണ്, ഹൗസ് ഓണർ പേടിക്കണ്ട, ഞാൻ ഇനി ഒരാളെ പോലും ദ്രോഹിക്കില്ല. എന്നിട്ട് അവിടുന്ന് പോകുന്നതിന് മുന്നേ ആ പെൺകുട്ടിയോട് മര്യാദകന്റെ റൂം വൃത്തിയാക്കിയിടെന്ന് പറയാണ്. അവൾ പോകുന്ന വഴിക്ക് സെനിറ്റ്സുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നു, മറ്റുള്ള പെൺകുട്ടികളെക്കാൾ ഇവൾ സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഞാൻ അടിച്ച സമയത്ത് ഇവൾ പ്രത്യേക തരത്തിലാണ് വീണത്, അതൊരു ടെക്നിക്കാണ്, അതുകൊണ്ട് ഇവളൊരു ഡീമൺ സ്ലെയർ ആണ്. എങ്കിലും ഒരു ഹാഷിരയല്ല, അതിന് മാത്രം പവറൊന്നും ഇവൾക്കില്ല. ഇനിയൊരു ഭാഗത്ത് രാത്രി ടാഞ്ചുറോ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക മണം അവന് കിട്ടുന്നുണ്ട്. അവൻ അങ്ങനെ ആ മണം വരുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം സെനിറ്റ്സു മയക്കത്തിൽ നിന്നും എണീക്കുകയാണ്. അവന്റെ മുൻപിൽ അവിടെ ജോലി ചെയ്യുന്ന 3 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അവർ എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, അവരടിച്ചതുകൊണ്ടാണ് നിങ്ങൾ മയങ്ങിയത്?
ഏയ് അതൊന്നുമല്ല, എനിക്കൊന്ന് ഉറങ്ങണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ കടന്നുറങ്ങിയത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവന്റെ വേദനയുള്ള ഭാഗത്ത് തുടയ്ക്കാൻ ഒരു തുണി കൊടുക്കുന്നു. നോക്കുമ്പോൾ സെനറ്റ്സുവിന് അടി കിട്ടിയ ഭാഗത്ത് നല്ല വേദനയുണ്ട്. ശേഷം ആ പെൺകുട്ടികൾ സെനറ്റ്സുവിനോട് താങ്ക് യു പറയുന്നു, കാരണം അവരെ നേരത്തെ രക്ഷിച്ചതിന്. അത് കേട്ട് സെനറ്റ്സു സ്റ്റൈലിഷ് ആയിട്ട്, ഏതൊരു ആൺകുട്ടിയായിരുന്നാലും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. അല്ലല്ല, ആൺകുട്ടിയല്ല, ഏതൊരു മനുഷ്യനായിരുന്നാലും. ശേഷം ആ പെൺകുട്ടികൾ പറയാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് നിന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്ന നിന്നെപ്പോലെയുള്ള പെൺകുട്ടിയെ മറ്റാരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഒരു നല്ല പെൺകുട്ടിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്നും പോകുന്നു. അവർ പോയ നിമിഷം തന്നെ ഡാക്കിയുടെ റിബൺ വന്നിട്ട് സെനറ്റ്സുവിനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക്